വീട് വെക്കുന്ന സമയത്തെ വുഡൻ ഫ്ലോർ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന പ്രൊഡക്റ്റായിട്ടൊക്കെ കാണാം. ഓക്കെ, ചെറിയ ചെറിയ ടൈലുകൾ. ഇത് ചെയ്ത് വരുമ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് സാധനം ചെയ്ത് വരുമ്പോൾ ഫിനിഷിങ് പക്ക ഇതായിരിക്കും. ഇതൊരു ലെങ്തി ആയിട്ടുള്ളൊരു വുഡൻ ടൈലാണ് കാണുന്നത്. നോക്കിയേ, ഇതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കിയേ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ? ഈ സൈഡിലാണ് ഇതിൻ്റെ ഗമ്മ് വരണത്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരാണുള്ളത്. നിങ്ങൾ വീട് വെക്കുന്ന സമയത്തെ വീട്ടിൽ ടൈലിന് പകരം വുഡൻ ഫ്ലോറാണ് ഇടണത് എന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ കണ്ണൂരാണ്. കണ്ണൂർ വീറ നാച്ചുറൽ വുഡൻ ഫ്ലോർ. ദേ, ഈ രണ്ട് സഹോദരങ്ങളാണ് ഇതിൻ്റെ പിന്നിലെ ആളുകൾ. ഇവരുടെ വാപ്പനുണ്ട്, വാപ്പനെ നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടാം. ഇത് അഖിൽ, ഇത് നദീർ. വലിയ പേരൊക്കെയാണ്, എന്നെ പോലെ തന്നെ നദീർ അല്ലേ? നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വുഡൻ ഫ്ലോർ, നാച്ചുറൽ വുഡൻ ഫ്ലോർ ഉപയോഗിക്കുന്ന. ഞാനേ ഇത് വന്നപ്പോഴേ ഇതിനെ ഭയങ്കര എക്സൈറ്റ്. നോക്കിയേ, ടൈലിന് പകരം അല്ലേ നമ്മുടെ വീട്ടിലിടാൻ പറ്റുന്ന ഒരു ഫ്ലോറിങ് സൊല്യൂഷനാണ്. നിങ്ങളിപ്പോൾ എത്ര നാളായി ബിസിനസ് തുടങ്ങിയിട്ട്? നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി ബിസിനസ് ആണ്. തടിയുടെ പരിപാടി, സോമില് ഫർണിച്ചർ കസ്റ്റമൈസേഷൻ, അങ്ങനെ കംപ്ലീറ്റ് വുഡൻ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്ലോറിങ്ങിന്റെ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ഏകദേശം 18 വർഷത്തിനോട് അടുപ്പിച്ചായി ആണല്ലേ. പക്ഷെ ബ്രാൻഡ് ചെയ്ത് വന്നത് കഴിഞ്ഞ ഒരു 2-2.5 വർഷത്തിനടക്കാണ്. അതിനൊന്ന് ബ്രാൻഡാക്കി കൊണ്ടുവരികയാണ് നമ്മൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ ഒരു സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടതേ, ഇത് തടിയല്ലേ? എന്ത് തടിയത്? ഇത് മർബോ എന്ന് പറയും. നമുക്ക് വേങ്ങ. അപ്പൊ നമുക്ക് എത്ര തരം തടികളിലാണ് ഈ ഒരു ടൈൽ അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഇരുളുണ്ട്, ടീക്കൂട്ട് ഉണ്ട്, പിന്നെ ഈ മർബോ വേങ്ങ എന്ന് പറഞ്ഞ വുഡ് ഉണ്ട് ആണല്ലേ, പിന്നെ പർപ്പിൾ ആർട്ട് ഉണ്ട്, പിന്നെ കസ്റ്റമൈസേഷൻ അതും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ. ഫ്ലോറിങ്ങിന് അനുയോജ്യമായ മരങ്ങൾ കുറച്ചുണ്ട്, ഹാർഡ് വുഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലേ. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതെ, ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫിനിഷിലിരിക്കും അല്ലെ. ഇതിപ്പോ 2 ഫിനിഷിലാണ് ഈ സാധനം കാണുന്നത് അല്ലെ. സാധാരണഗതിയിലേ ഇപ്പൊ ഞാനിപ്പോ ആലോചിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? എത്രയാണ് ഇതിന് പ്രൈസ് വരുന്നത്? സ്റ്റാർട്ടിങ് വരുന്നത് 350 മുതലാണ്. 350 ഇരുൾ എന്ന് പറഞ്ഞ മരമാണ്, പിൻകോട ഇരുൾ എന്നൊക്കെ പറയും. അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇരുൾ വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണല്ലേ. അത് 10 mm തിക്നെസ്സിൽ 7 inch ലെങ്ത് 2 inch വിഡ്ത്ത്. ഓ, അതിനാണ് വരുന്നത്. ആ ഒരു ഫിനിഷിംഗിൽ വരും. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോളിഷിംഗ് കാണാൻ പറ്റുമല്ലോ അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും ഇതിനും ഒരു പോളിഷ് ഉണ്ട്, അതുപോലെ ഇതിനും 2 കളർ. ഇത് എന്താ പോളിഷിന് സാധാരണ വരുന്നത്? ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പോളിഷാണ്. വുഡൻ ഫ്ലോറിങ്ങിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്ന ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന പോളിഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സാധനം ഇതും അതുപോലെ തന്നെ സെയിം നാച്ചുറൽ കളറാണ് ഇത്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്ത കളറോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ടീക്കൂട്ടും ഇതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് വീട്ടി എന്ന് പറഞ്ഞ മരമാണ്. വീട്ടി ഡിസൈനർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ ആയിട്ട് ചെയ്തു വെച്ച മോഡലാണ് ഇത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ ചെറിയൊരു പീസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വരുമ്പോ ചെറിയ പീസാണല്ലോ. പൊട്ടിച്ചോട്ടെ? ബിസ്മില്ലാ, ഒന്ന് ഉദ്ഘാടനം ചെയ്തേക്കാം. അല്ല, ഉദ്ഘാടനം ചെയ്യല്ല, ഇത് ചെറിയ പീസാണല്ലോ. ഇവിടെ കാണുമ്പോൾ ഞാൻ കണ്ടത് ചെറിയൊരു പീസായിട്ടാണ് ഈ സാധനം കാണുന്നത്. നോക്കിയേ, ഇതെന്താ ഇങ്ങനെയാണോ ഇതിന്റെ സൈസ് സാധാരണ വരണേ? ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സൈസാണ്. കസ്റ്റമർക്ക് വേണ്ട സൈസിലേക്ക് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് അല്ല. ഇത് കസ്റ്റമറിന്റെ ഒരു കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ സൈസിലേക്ക് മാറ്റിയ ഒരു സൈസാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് വേണ്ടത് കുറച്ചുകൂടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു സൈസിലേക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള സൈസിലേക്കാണ് വേണമെങ്കിൽ നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ പ്രൈസ് എത്രയാണ്? 350. ഇപ്പൊ കേരളത്തിൽ എവിടെയും ഈ 1 സ്ക്വയർ ഫീറ്റിന് 350 രൂപക്കാണോ ചെയ്യുന്നത്? അതിന് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സ്ട്രാ വരും. ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ എവിടെയാണ് ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സ്ട്രാ വരും. ഓക്കെ, നിങ്ങളുടെ ആൾക്കാർ തന്നെ ചെയ്യണത്? നമ്മളെ വർക്കേഴ്സ് വന്ന് സൈറ്റിൽ വന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഓക്കെ. ഈ എപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും ഫോർ എക്സാമ്പിൾ എല്ലാ ആളുകൾക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഫ്ലോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? ഗ്യാരണ്ടി നമ്മൾ മെറ്റീരിയലിന് ലൈഫ് ടൈം കൊടുക്കും. പോളിഷിന് ഒരു 10 years വരെ അതും നമ്മൾ കൊടുക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞുള്ള ശേഷമുള്ള ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത് അല്ലെ. നമ്മൾ സാധാരണ കാണുമ്പോ തടി ഇങ്ങനെ ഇരിക്കും, ഇട്ട് കഴിഞ്ഞ് പോളിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടും. ഈ പോളിഷിങ്ങിന് 10 വർഷവും പ്രൊഡക്റ്റിന് ലൈഫ് ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ.
നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാനുള്ള കാരണം നമ്മളെ പ്രോഡക്റ്റിലുള്ള വിശ്വാസം. നമ്മൾ വുഡ് യൂസ് ചെയ്യുമ്പോൾ അതിൽ വൈറ്റ് പോർഷൻസോ അല്ലെങ്കിൽ കേട് വന്ന മരങ്ങളോ ഒന്നും സൈറ്റിലേക്ക് ഉപയോഗിക്കില്ല. മാക്സിമം നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള മരം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെയ്യുന്നതാണെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് ചെയ്യിക്കും. അപ്സ്റ്റേഴ്സ് ആണെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് കോൺക്രീറ്റ് മേലെ തന്നെ ചെയ്യാൻ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ വന്ന് സൂപ്പർവൈസിങ് ആദ്യം നമ്മൾ സൈറ്റ് വന്ന് കണ്ട് അത് എങ്ങനെയാണ് ഫ്ലോർ വേണ്ടതെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുത്ത് എല്ലാം അങ്ങനെ ക്ലിയർ ആക്കി ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന് എത്രയാണ് സാധാരണ, ഇതിന്റെ ഒരു തിക്നെസ് എത്രയാണ് സാധാരണ പറഞ്ഞത്? ഇതിന്റെ തിക്നെസ് സാധാരണ 10 mm മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 12 mm സ്റ്റാൻഡേർഡ് 10 mm ആണ്. 10 mm ഒരു തടിക്ക് 10 mm വരെയാണ് സാധാരണ വരുന്നത് അല്ലേ? ടൈലിന്റെ തിക്നെസ് ആണല്ലേ? സാധാരണ ടൈല് 9 mm 10 mm ആ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാകുക. അതേ തിക്നെസ് വുഡൻ ഫ്ലോർ ഉണ്ടാവും, ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പണിച്ച് നമ്മളിപ്പോ വന്നപ്പോഴേ മേലിൽ കുറച്ച് സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടില്ലേ, ഒന്ന് കണ്ടേക്കാം. ഇതിപ്പോ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണല്ലേ അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് കാണിച്ചേക്കുന്നതാണ്. ജസ്റ്റ് ഇതിന്റെ നമ്മള് സൈറ്റിലേക്ക് കൊണ്ടുപോയി ചെറിയ ചെറിയ പീസസ് ആണ്. നമ്മള് കസ്റ്റമറിന് ഏത് ഡിസൈനാണ് ആവശ്യം ആ ഡിസൈനിലേക്ക് നമുക്ക് ഇത് വിരിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ നാട്ടിലേക്ക് വുഡൻ ഫ്ലോറിംഗ് വന്നിട്ട് അത്ര ആയിട്ടുള്ളൂ. പക്ഷെ യൂറോപ്പിലൊക്കെ ഒരുപാട് ഇതന്നെ യൂസ് ചെയ്തിട്ടുള്ള അപ്പൊ ഒരുപാട് ഡിസൈൻസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. ആ ഡിസൈൻസിലുള്ള സാമ്പിൾ ചെയ്തു. അത് മാത്രമല്ല, ഞാൻ കേട്ടിരിക്കുന്നത് വുഡൻ ഫ്ലോറിലാണ് നടക്കുന്നത്. പ്രായമായ ആൾക്കാരുള്ള വീട്ടിലാണെങ്കിൽ കാലിന്റെ വേദനക്കൊക്കെ ഒരുപാട് അല്ലെ, വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാർക്ക് മറ്റും തണുപ്പില്ലല്ലോ അല്ലെ? അതുകൊണ്ട് തന്നെ പല കുറച്ചൊരു ബഡ്ജറ്റുള്ള വീടുകളിൽ ചില റൂമുകൾ പാരന്റ്സിന്റെ ഒക്കെ റൂമിൽ പോലും ഈ വുഡൻ ഫ്ലോർ ചൂസ് ചെയ്യുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആർക്കിടെക്ട് പറയണ ഇതേപോലത്തെ ഡിസൈനിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം ചെയ്യാൻ പറ്റും. അതാണ് ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ മൊത്തം വുഡൻ ഫ്ലോർ ആണ് അല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് എത്ര വർഷം ഉണ്ട് ചെയ്തിട്ട്? ഇത് ഒരു 14 വർഷമായി. ഇതിങ്ങനെ നിൽക്കുന്നത് 14 വർഷം ആണല്ലേ? ഫസ്റ്റ് ചെയ്ത പോളിഷ് അതാണത്. ഇവിടെ എവിടെയെങ്കിലും സാധനം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അടുത്തൊരു സൈറ്റിൽ തന്നെ ഒന്ന് പോയാലോ? അതായത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആളുകള് നല്ലൊരു ബഡ്ജറ്റുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ എന്താണ് വ്യത്യസ്തത കൊണ്ട് ഒരനക്ക ആൾക്കാർ ശ്രമിക്കും. ഞാനും പവനും കൂടെ ഇവിടെ വന്നു കേട്ടോ. ഞാനും പവനും കൂടെ ഇത് വന്ന് ഇതൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു പണി ചെയ്യാം. അടുത്തൊന്ന് വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് നോക്കാം. ഈ വീട്ടില് ഫിനിഷ് ആയിട്ടില്ല, ഫിനിഷിങ്ങിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണ്. അതായത് സാൻഡിങ് ഒക്കെ കഴിഞ്ഞു, ഇനി പോളിഷിംഗ് ആണ് ഈ സൈഡിൽ ഫിനിഷിംഗ്. ഇവിടത്തെ സ്റ്റെയർ ചെയ്തേക്കുന്നതിൽ നമ്മുടെ തടി ഉണ്ടല്ലേ? ഇതിപ്പോ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ഫിനിഷ് ആയിട്ടില്ല. സാൻഡിങ് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി പോളിഷിംഗ് ബാക്കിയുണ്ട്. പോളിഷ് ചെയ്യണ മുമ്പ് ഇങ്ങനെ ഇരിക്കും. ഇത് ടീക്ക് വുഡില് 7 inch ലെങ്ത്തിൽ വരുന്ന പീസാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഫിനിഷ് ആയിട്ട് ഒന്നുകൂടെ കാണിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ലേബർ തന്നെയാണ് ചെയ്യുന്നത്? കംപ്ലീറ്റ് നമ്മളെ ലേബർ വന്നിട്ട് ഫിനിഷ്. നിങ്ങൾ എറണാകുളത്തൊക്കെ ചെയ്യില്ലേ? ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഇവരുടെ ഒരു വാപ്പയുണ്ടടാ, കലന്തർ സാർ. ആള് ഞാനും പവനും കൂടെ വന്ന് പരിചയപ്പെട്ടു. വളരെ നല്ല ടീമാണ്, ഒരു സംശയമില്ല. അപ്പൊ നമുക്കൊന്ന് വാപ്പനൊന്ന് പരിചയപ്പെടാം. വാപ്പനെ കൂടെ കാണാം. ഞങ്ങൾ ആക്ച്വലി സാറ് കലന്തർ സാറിന്റെ ആള് പാരമ്പര്യമായിട്ടുള്ള വുഡൻ ബിസിനസ്സാണ്. ഞാൻ സാറിന് ആത്മാർത്ഥ. ഞാൻ ആദ്യം എന്നെ സാറ് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തടിക്കച്ചവടക്കാരൻ, ഞാനൊന്ന് പറഞ്ഞില്ലേ സാറിന് തടിക്കച്ചവടക്കാരൻ വിളിക്കൊണ്ട് എന്താണെന്ന് അറിയാമല്ലോ. പക്ഷേ സാറും ഇവർ 2 മക്കളും കൂടെ ഞങ്ങൾ വന്ന് കണ്ടു, സംസാരിച്ചു. ഞാനും പവനും കൂടെ ഒരു ദിവസം ഇവിടെ വന്നു, കണ്ണൂർ ഭക്ഷണം ഞങ്ങൾക്ക് തന്നു, കഴിച്ചു, ഈ പ്രോഡക്റ്റ് എല്ലാം കാണിച്ചു. സന്തോഷം അല്ലേ? അൽഹംദുലില്ലാഹ്. ഇപ്പൊ എത്ര നാളെ നമ്മുടെ ബിസിനസ് പാരമ്പര്യമായിട്ട്? ടിമ്പർ ബിസിനസ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉപ്പയാണ് ആണല്ലേ ചെയ്യുന്ന ബിസിനസ്സാണ്. റോസ് വുഡ് മാത്രം മുമ്പ് എക്സ്പോർട്ട് ഇംഗ്ലീഷുകാർക്ക് ചെയ്ത് വെച്ചാണ് പുറത്തോട്ടുണ്ടായത് കൂർഗിൽ. എൻ്റെ ഉപ്പ അതേ ഫീൽഡിലാണ്. ഇപ്പൊ പുതിയ മക്കളായിട്ട് പുതിയൊരു ബ്രാൻഡ് ആക്കി എടുത്ത് മക്കളായിട്ട് പുതിയ ബ്രാൻഡ് ആക്കി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വീഡിയോ ചെയ്തു, സപ്പോസ് സാറിന് ഉദാഹരണം ചോദിക്കണേ, ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സാറായിട്ട് എടുക്കില്ലേ? ഒരു കുഴപ്പമില്ല. അത് സാറ് നമുക്ക് പറഞ്ഞേക്കുന്ന വാക്കുമാണ്. കസ്റ്റമർ നല്ല പോലെ സാധാരണ ഈ ഒരു ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരായിരിക്കും അല്ലേ? അവരൊന്ന് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പേടിക്കണ്ട, എന്തെങ്കിലും പ്രശ്നം വന്നാൽ സാറുണ്ട്. സാറ് വക്കീൽ കൂടെ കേട്ടോ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ബന്ധം നിലനിൽക്കട്ടെ. പഠിച്ചാൻ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് തരട്ടെ. ഈ ബിസിനസ്സിനെ ഉയർത്തട്ടെ. എല്ലാ ആൾക്കും കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇൻഷാ അല്ലാഹ്.
ഓക്കെ, എല്ലാവിധ ആശംസകളും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈലിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പല വീഡിയോയിലും പവൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു സൊല്യൂഷനാണ് വുഡൻ ഫ്ലോർ. വീണ്ടും കാണാം. ബൈ.